ഇനി നമ്മൾ തിരുവനന്തപുരത്തേക്ക് വരികയാണ്. വീണ്ടും തിരുവനന്തപുരത്ത് ഈ നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങളിൽ നിന്ന് ഡീസൽ മോഷണം പോകുന്ന ഒരു പതിവ് സംഭവം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വാഹനങ്ങൾ നിർത്തിയിട്ടാൽ അതിൽ നിന്ന് ഡീസലും പെട്രോളും ഊറ്റിക്കൊണ്ടുപോവുക. അതിന് പിന്നിൽ ചില കാര്യങ്ങളും ഉണ്ടാകാം. എന്തിനായിരിക്കാം? ഒരുപക്ഷെ അത് കുറ്റകൃത്യം ചെയ്യാനായിരിക്കാം. പെട്രോൾ പമ്പിൽ പോയി ഇന്ധനം നിറയ്ക്കുന്നത് CCTV ദൃശ്യങ്ങളിലൂടെ ഒഴിവാക്കാനായിരിക്കാം. അങ്ങനെ നിരവധിയായിട്ടുള്ള പരാതികൾ ഉയർന്നു എന്നുള്ളതാണ്. ഇന്ന് പുലർച്ചെയുണ്ടായ സംഭവത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അത് നെയ്യാറ്റിൻകരയിലാണ്. അവിടെ വെള്ളറടയിൽ 3 ലോറികളിൽ നിന്ന് ഡീസൽ കവർന്നു. അത് കുറച്ചൊന്നുമല്ല, ഏതാണ്ട് 200 ലിറ്ററിലധികം ഡീസൽ കവർന്നു എന്നാണ് പോലീസിനുള്ള പരാതി. വെള്ളറട ചാരൻകുഴിയിൽ പ്രവർത്തിക്കുന്ന ഡേവിഡിന്റെ ഉടമസ്ഥതയിലുള്ള ടയർ വർക്ക്ഷോപ്പിലും സമീപത്തെ യേശുദാസിന്റെ കടയിലുമാണ് ഇത്തരത്തിൽ മോഷണം നടക്കുന്നത്. ഡേവിഡിന്റെ സ്ഥാപനത്തിൽ നിർത്തിയിട്ടിരുന്ന 2 ലോറികളിൽ നിന്നാണ് 200 ലിറ്ററിലേറെ ഡീസൽ കവരുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കട കുത്തി തുറന്ന് അകത്ത് കിടന്ന് ഡീസൽ മോഷ്ടിക്കുന്ന രീതി. എന്താണ് കാര്യം അല്ലേ? എന്താണെങ്കിലും 4000-ഓളം രൂപയും ഇവർ കൊണ്ടുപോയിട്ടുണ്ട്. ഡേവിഡ് പറയും ആദ്യം എന്താണ് സംഭവിച്ചത്. ഒരു വർഷത്തിനിടയ്ക്ക് 3ാമത്തെ പ്രാവശ്യമാണ് ഇത് സംഭവിക്കുന്നത്. എൻ്റെ കട കുത്തി തുറന്ന് പൂട്ടാക്ക് പൊളിച്ച് അതിൻ്റെ ക്യാമറ ഫുട്ടേജ് എടുത്തു. ഡീസൽ മോഷണം, 2-3 ലോറിയിലെ ഡീസൽ മോഷണം. ഇന്നലെ ഞാൻ 2 മണിക്ക് ക്യാമറ ചെക്ക് ചെയ്തപ്പോൾ ഇപ്പോൾ ക്യാമറ ഓഫായി കിടന്നു. അപ്പോൾ 12 മണിക്ക് 10:30 മണിക്ക് ആളുണ്ടായിരുന്നു അവിടെ. അത് കഴിഞ്ഞിട്ടാണ് സംഭവം നടന്നത്. ഇതിന് 3 പ്രാവശ്യവും ഇതുപോലെ 10-200 ഡീസൽ പോയി. 3 വണ്ടിയുടെ ഡീസൽ പോയി. ഇതിനു മുമ്പ് 3 പ്രാവശ്യം ആയി. ഇതിന് സമീപമാണ് യേശുദാസിന്റെ കട. ഈ യേശുദാസിന്റെ കാർ വർക്ക്ഷോപ്പാണത്. കാർ വർക്ക്ഷോപ്പിലെ CCTV ദൃശ്യങ്ങൾ അത് തകർത്ത ശേഷമാണ് ഇവിടെ ഉണ്ടായിരുന്ന ഇന്നോവ കാറിന്റെ ബാറ്ററിയും 25 ലിറ്ററോളം എഞ്ചിൻ ഓയിലും അടിച്ചു മാറ്റിയത് ഈ മോഷണ സംഘാംഗങ്ങൾ. 4 മാസം മുമ്പ് യേശുദാസിന്റെ കടയിൽ 2 ബാറ്ററികളും വാഹനങ്ങളും അത് ഉയർത്താൻ ഉപയോഗിക്കുന്ന ജാക്കി ഉണ്ടല്ലോ, ആ ജാക്കിയൊക്കെ കവർന്നു പോയി എന്നുള്ള പരാതി ഉയർന്നിരുന്നു. യേശുദാസിനും പറയാനോട് ചിലത്. ഞങ്ങൾ രാവിലെ ഒന്ന് തുറന്നപ്പോഴത്തേക്കാണ് ഒരു പൂട്ട് കുത്തി പൊളിച്ച് അകത്ത് കയറി വണ്ടിയിലെ ബാറ്ററി ഓയിലുകളൊക്കെ വാരിക്കൊണ്ട് പോയി. നമ്മളെ സാധനങ്ങളെല്ലാം വലിച്ചു വാരിയിട്ടിരിക്കുക. പൈസ എന്താ തപ്പിയതായിരിക്കും. എല്ലാം വലിച്ചു പൊളിച്ചിട്ട് ഇതുപോലെ നേരത്തെ ആയിട്ടുണ്ട്. നേരത്തെ ഇത് 2-3 വർഷം വരും. അപ്പോൾ ഇതുപോലെ നമ്മൾ പരാതി കൊടുത്തതാണ്. പോലീസ് വന്ന് ഇവിടെ നോക്കിയിട്ട് പോകും. പിന്നെ ഇതുവരെ ആരെ പിടിച്ചതായിട്ട് ചരിത്രം നമുക്ക് കാണാനില്ല ഇവിടെ അടുത്തുകൂടെ. നമുക്ക് എൻ്റെ സംശയം ഈ പരിസരത്തുള്ള ഈ വെള്ളാടി ടീമുകളാണോ എന്നുള്ളതാണ് സംശയം. അവരെ വെള്ളമടിക്കാൻ വേണ്ടിയിട്ട് വരുന്ന മോട്ടിച്ചെടുത്തിട്ട് പോകും. ആളെ കിട്ടാത്തതുകൊണ്ട് നമ്മൾ അത് കാരണം കഴിഞ്ഞ പ്രാവശ്യം പൊട്ടിച്ച കാരണം ക്യാമറ വെച്ചു. അപ്പോൾ ക്യാമറ വെച്ചിട്ടും ഇപ്പോൾ ക്യാമറയുടെ ഇൻവെർട്ടർ കംപ്ലീറ്റ് സാധനം ക്യാമറ അടക്കമാണ് എടുത്തിട്ട് പോയിട്ടുണ്ടായത്.